ബോളിവുഡിലെ ഏറ്റവും സമ്പന്നനായ താരം അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സെയ്ഫ് അലി ഖാന്റെ കെട്ടിടത്തിൽ പോലും അതിക്രമിച്ചു കയറി നടനെ ഒരു മോഷ്ടാവ് കുത്തി പരിക്കേൽപ്പിച്ചതിന്റെ ഞെട്ടലിലാണ് നഗരം. ഖാനെ പോലുള്ള പ്രമുഖർ പോലും ആക്രമിക്കപ്പെടുമ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്താകുമെന്ന ഭീതിയിലാണ് നഗരവാസികൾ. വ്യാഴാഴ്ച പുലർച്ചെ 2:30 വീട്ടിൽ കയറിയ അക്രമി കത്തികൊണ്ട് 6 തവണയാണ് സെയ്ഫിനെ കുത്തിയത്. നട്ടലിനോട് ചേർന്നും ഇടത് കൈയിലും കഴുത്തിനും ഉൾപ്പെടെയാണ് നടന് മാരകമായ കുത്തേറ്റത്. നിലവിൽ നടൻ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായാണ് ഡോക്ടർമാരുടെ സംഘം ഏറ്റവും ഒടുവിലായി അറിയിച്ചത്. നട്ടലിന് സമീപത്ത് നിന്ന് കത്തിയുടെ 2.5 ഇഞ്ച് നീളമുള്ള ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായി ഡോക്ടർമാർ അറിയിച്ചു. ഭാര്യയും നടിയുമായ കരീന കപൂറും മക്കളും ജോലിക്കാരും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരുടെയും സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് അക്രമി 11ാം നിലയിലാണ് കടന്നുകയറിയത്. അക്രമിയെ തിരിച്ചറിഞ്ഞതായി മുംബൈ പോലീസ് വ്യക്തമാക്കിയിരുന്നു. സോൺ 9 DCP ദീക്ഷിത് ഗതമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മോഷണം ലക്ഷ്യമിട്ടാണ് ഇയാൾ അതിക്രമിച്ചു കയറിയതെന്നും പോലീസ് അറിയിച്ചു. ഫയർ എസ്കേപ്പ് വഴിയാണ് അക്രമി ഫ്ളാറ്റിലേക്ക് പ്രവേശിച്ചതെന്നും നടനെ കുത്തിയ ശേഷം പ്രധാന ഗോവണിയിലൂടെ ഇയാൾ രക്ഷപ്പെട്ടുവെന്നും പോലീസ് വ്യക്തമാക്കി. മോഷണത്തിനാണ് യുവാവ് എത്തിയതെന്നും തടയാനുള്ള ശ്രമത്തിനിടെയാണ് നടന് കുത്തേറ്റതെന്നും പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം സെയ്ഫ് അലി ഖാനും കരീനയും ഓടിയെത്താൻ വേണ്ടിയാണ് അക്രമിയെ കണ്ടയുടൻ താൻ ഉറക്കെ കരഞ്ഞതെന്ന് അവരുടെ ഇളയ മകൻ ജയെ പരിപാലിക്കുന്ന മലയാളിയായ ആയ ഏലിയമ്മ ഫിലിപ്പ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഏലിയമ്മ 4 വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണ്. മറുവശത്ത് കുട്ടികളുടെ മുറിയിൽ വെച്ചാണ് അതിക്രമം നടന്നതെന്നും അവരെ രക്ഷിക്കുന്നതിന് ഇടയിലാണ് താരത്തിന് പരിക്കേറ്റതെന്നും വിവരമെത്തിയിരുന്നു. അതോടെ വെള്ളിത്തിരയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും സൂപ്പർ ഹീറോ ആയിരിക്കുകയാണ് സെയ്ഫ് അലി ഖാൻ. സമൂഹ മാധ്യമത്തിൽ നിരവധി പേരാണ് താരത്തിന്റെ ധൈര്യത്തെയും ആർജവത്തെയും പ്രശംസിച്ച് രംഗത്തെത്തുന്നത്. തനിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിച്ച സെയ്ഫ് അക്രമിയുടെ തലയിൽ അടിച്ചു. ആക്രമണത്തിൽ സെയ്ഫിന് 6 ഇടങ്ങളിൽ മുറിവേറ്റു. അതിൽ 2 എണ്ണം ഗുരുതരവുമാണ്. പ്രതി ആദ്യം കയറിയത് സെയ്ഫിന്റെ മകൻ ജഹാംഗീറിന്റെ മുറിയിലെന്നാണ് ഫ്ളാറ്റിലെ ജോലിക്കാരി മൊഴി നൽകിയത്. കത്തിയുമായി കയറിയ ശേഷം 1 കോടി രൂപ മോചനദ്രവ്യമായി വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടുവെന്ന് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. താരത്തിന്റെ 4 വയസ്സുള്ള മകൻ ജഹാംഗീറിനെ പരിപാലിക്കുന്ന ജോലിക്കാരി ഏലിയമ്മ ഫിലിപ്പാണ് അക്രമി കത്തിയുമായി പ്രവേശിച്ചത് കുട്ടിയുടെ മുറിയിലേക്കാണെന്ന് വെളിപ്പെടുത്തിയതും അക്രമിയെ ആദ്യമായി കണ്ടതും. ആക്രമണത്തിൽ സെയ്ഫ് അലി ഖാന് പുറമെ ഗീത എന്നു പേരുള്ള വീട്ടു ജോലിക്കാരിക്കുൾപ്പെടെ വീട്ടിലെ മറ്റു ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതിനാൽ വീട്ടുകാർ ഓട്ടോ വിളിച്ചാണ് പുലർച്ചെ 3-ന് സെയ്ഫിനെ സമീപത്തെ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത്. അതിസമ്പന്നരും സിനിമാ താരങ്ങളും താമസിക്കുന്ന ബാന്ദ്ര വെസ്റ്റിൽ സെന്റ് തെരേസ സ്കൂളിന് സമീപമുള്ള സദ്ഗുരു ശരൺ എന്ന 13 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ 4 നിലകളിൽ 10,000 ചതുരശ്ര അടി വലുപ്പമുള്ള സെയ്ഫിന്റെ വസതിയിലാണ് മോഷണ ശ്രമം ഉണ്ടായത്. അതേസമയം സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണം മഹാരാഷ്ട്രയിലെ NDA സർക്കാരിനെതിരെ രൂക്ഷ വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവയ്പ്, സൽമാന്റെ അടുത്ത സുഹൃത്തായ മുൻ മന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകം എന്നിവയ്ക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിസമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും കേന്ദ്രമായ ബാന്ദ്രയിലാണ് ഈ 3 സംഭവങ്ങളും. അത്തരത്തിൽ മുംബൈയിലെ ക്രൈം ക്യാപിറ്റലായി ബാന്ദ്ര മാറുന്നുവെന്നാണ് ആക്ഷേപം. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിവെപ്പുണ്ടായ ശേഷം മേഖലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയെന്നായിരുന്നു പോലീസിന്റെ അവകാശവാദം. അതിക്രമിച്ചു കടക്കൽ, മാരകമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് അജ്ഞാതനായ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അക്രമിയുടെ മുഖം വ്യക്തമായിട്ടുണ്ട്. ഇയാൾക്കായി മുംബൈ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. അക്രമിയെ കണ്ടെത്താൻ 10 പ്രത്യേക സംഘത്തെയാണ് മുംബൈ പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം പോലീസിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. സുരക്ഷാ ജീവനക്കാർ അറിയാതെ എങ്ങനെ അക്രമി 11ാം നിലയിലെ വീട്ടിലെത്തി? അക്രമിക്ക് കെട്ടിടത്തിന്റെ ഘടന നേരത്തെ വശമുണ്ടായിരുന്നു. 6ാം നിലയിലെ CCTV ക്യാമറയിൽ നിന്നാണ് അക്രമിയുടെ ദൃശ്യം ലഭിച്ചത്. മറ്റിടങ്ങളിലെ ക്യാമറകളിൽ എന്തുകൊണ്ട് ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല തുടങ്ങി നിരവധി ആശയക്കുഴപ്പങ്ങൾ പോലീസിന് മുന്നിൽ ഇനിയുമുണ്ട്. പല കാര്യങ്ങൾക്കും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. 2012-ൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലി ഖാനും മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം. തൈമൂർ, ജഹ്, ഇബ്രാഹിം അലി ഖാൻ എന്നിവരാണ് മക്കൾ. പ്രശസ്ത നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂർ അലി ഖാന്റെയും മകനാണ് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ. ബോളിവുഡിലെ ഏറ്റവും അതിസമ്പന്നൻ കൂടിയാണ് താരം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.